ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ലോകം മുഴുവനുമുള്ള എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകരെയും ഡിവൈൻ വോയിസ് വചന ശുശ്രൂഷാ വേദിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം നേരുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ലഭിക്കുവാൻ നമ്മൾ എന്ത് ചെയ്യണം? ആർക്കാണിത് ലഭിക്കുന്നത്? നമ്മുടെ ബലഹീനതകളോ കുറവുകളോ പോരായ്മകളോ വിശുദ്ധിയോ ഒന്നും നോക്കിയിട്ടല്ല പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുന്നത്. അത് ദൈവത്തിൻ്റെ ദാനമാണ്. ഈശോ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോയി കഴിയുമ്പോൾ നിങ്ങളെ സഹായിക്കുവാൻ എൻ്റെ സഹായകനായ പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കുമെന്ന്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ നമ്മളെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും നയിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളാൽ നമ്മളെ നിറയ്ക്കുന്നത് അത് നമ്മുടെ ഇഷ്ടത്തിനോ നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യത്തിനോ അല്ല സ്വന്തം ആഗ്രഹത്തിനോ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് അത് ഉപയോഗിക്കാനുള്ളതല്ല. അത് സഭയുടെ നന്മയ്ക്ക് വേണ്ടി, സഭയുടെ വിശുദ്ധിക്ക് വേണ്ടി, സഭയെ പടുതുയർത്തുവാൻ വേണ്ടി നമുക്ക് ദൈവം ദാനമായി നൽകിയിരിക്കുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ. അത് എഫെസസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, വരദാനങ്ങൾ എന്തിനാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതെന്ന്. ഇത് വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണിതുയർത്തുന്നതിനു വേണ്ടിയാണ് വരദാനങ്ങൾ നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത്. അപ്പം നമ്മൾ ചിലപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളാ നിറഞ്ഞ വ്യക്തികൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പാപബോധമില്ലാത്തവർക്ക് പാപബോധമുണ്ടാകാൻ, പശ്ചാത്താപമുണ്ടാകാൻ, സഭയെ ശക്തിപ്പെടുത്തുവാൻ, വരദാനങ്ങളാൽ നിറയുവാൻ, ആന്തരികമായും മാനസികമായും മുറിവേറ്റവരെ സൗഖ്യപ്പെടുത്തുവാൻ, ഇങ്ങനെ ഓരോ വ്യക്തികളുടെയും ആവശ്യങ്ങൾക്കനുസരിച്ച് അത് ആ സഭയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വരദാനങ്ങൾ ഉപയോഗിക്കേണ്ടത്. അല്ലാതെ ആ കൃപ കിട്ടിയ വ്യക്തി സ്വന്തം ആവശ്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയോ സ്വന്തം നേട്ടത്തിന് വേണ്ടിയോ ഒന്നുമല്ല ഉപയോഗിക്കേണ്ടത്. അത് ദൈവത്തിൻ്റെ ദാനമാണ്. അത് ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ലഭിക്കണമെന്ന് നിർബന്ധമില്ല. ഒരിക്കൽ ഞാൻ ഓർക്കുകയാണ്, സിസ്റ്റേഴ്സിൻ്റെ ധ്യാനത്തിന് പോയപ്പോൾ അതിലൊരു സിസ്റ്ററിന് കൗൺസിലിങ്ങും ഈ ഭാഷാപരത്തിലുള്ള സ്തുതിപ്പും ഒന്നും ഇഷ്ടമില്ല. അപ്പോൾ ആ സിസ്റ്ററിനോട് പറഞ്ഞു, സിസ്റ്ററെ, എനിക്ക് ഈ കൗൺസിലിങ്ങിനോടൊന്നും ഒരു താല്പര്യവുമില്ല. ഞാൻ പറഞ്ഞു, ശരി, നമുക്ക് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. സിസ്റ്ററിനെ പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞയച്ചു. അവസാനത്തെ ദിവസം അഭിഷേക പ്രാർത്ഥനയുടെ സമയത്ത് സിസ്റ്ററിനോട് കൗൺസിലിങ്ങിന് വന്നപ്പം പറഞ്ഞതാണ്, എനിക്ക് ഈ ഭാഷാവരം ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ സിസ്റ്റർ പറഞ്ഞത് ഇപ്രകാരമാണ്, സിസ്റ്റർ, ചിലരിങ്ങനെ സ്തുതിക്കുമ്പോൾ വലിയ സ്കൂട്ടർ ഓടിക്കുന്ന ഒച്ചയിൽ അല്ലെങ്കിൽ വലിയ അപസ്വരങ്ങളൊക്കെ കേൾപ്പിച്ചുകൊണ്ട് സ്തുതിക്കും. അതെനിക്ക് ഈ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തോട് തന്നെ, ഈ കരിസ്മാറ്റിക് ധ്യാനത്തോട് തന്നെ എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സിസ്റ്ററെ, അത് നമുക്ക് ദൈവം ദാനമായി തരുന്നതാ. നമ്മളാരും ആഗ്രഹിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ ചോദിച്ചിട്ടൊന്നും കിട്ടുന്നതല്ല. അത് ദൈവം തരുമ്പോൾ നമ്മളതിനെ സ്വീകരിക്കണം. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, എനിക്കത് വേണ്ട, എനിക്ക് ഈ ഭാഷാവരവും വേണ്ട, ഈ കൗൺസിലിങ്ങും വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സിസ്റ്ററിന് വേണ്ടെങ്കിൽ വേണ്ട, അത് സിസ്റ്റർ അസ്വസ്ഥപ്പെടേണ്ട, സിസ്റ്റർ ധ്യാനിച്ചാൽ മതി എന്ന് പറഞ്ഞ് സിസ്റ്ററിനെ പറഞ്ഞു വിട്ടു. പക്ഷേ സിസ്റ്റർ അഭിഷേക പ്രാർത്ഥനയുടെ സമയമായപ്പോൾ കുറച്ച് പേരുടെ ശിരസിൽ ഞങ്ങളിങ്ങനെ സിസ്റ്റേഴ്സ് കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു മുന്നോട്ട് പോവുകയാണ്. അപ്പോഴാണ് പ്രാർത്ഥിച്ച് കടന്നുപോയ ഒരു വ്യക്തിയിൽ നിന്ന് ഒരു ഭാഗത്ത് നിന്ന് വലിയ ശബ്ദത്തിൽ ഇങ്ങനെ സ്കൂട്ടർ ഓടിക്കുന്ന പോലെ ഒരു ഒച്ചപ്പാട് കേട്ടു. അപ്പം ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും അസ്വസ്ഥത അവിടെ ഉണ്ടോ എന്നറിയാൻ വേണ്ടി പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ അടുത്ത് വന്ന്, എനിക്ക് ഈ ഭാഷാപരം ഒന്നും വേണ്ട, അല്ലെങ്കിൽ എനിക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥനയോടോ ധ്യാനത്തോടോ ഒന്നും എനിക്ക് വലിയ താല്പര്യമില്ല എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിനെതിരായിട്ട് പെറുപെറുത്ത് പരിശുദ്ധാത്മാവിനെ അവഹേളിച്ച് പോയ ഈ സിസ്റ്റർ തന്നെയാണ് അവിടെ നിന്നുകൊണ്ട് ഈ ഉറക്കെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നത്.
പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ശാന്തമായി ചെറിയ ഒരു സ്വരത്തിലേക്ക് വന്നു. വലിയ ശബ്ദത്തിലായിരുന്നു അത് തുടക്കത്തിൽ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ശാന്തതയിലേക്ക് വന്നു. സിസ്റ്റർ പൊട്ടിക്കരയാൻ തുടങ്ങി, കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകി, ശരീരമൊക്കെ വിറയ്ക്കാൻ തുടങ്ങി. അങ്ങനെ ആ അവസരത്തിൽ സിസ്റ്റർ പറയുകയായിരുന്നു, സിസ്റ്ററെ, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഭാഷാവരം എന്താണെന്നും അതിൻ്റെ ശക്തി എന്താണെന്നും എനിക്ക് മനസ്സിലായത് ഇപ്പോഴാണ്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ, ആ അഭിഷേകം നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ അത് നമ്മളെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ശുശ്രൂഷയെ അവിടുന്ന് ബലപ്പെടുത്തുകയാണ്. ഭാഷാവരം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ധൈര്യത്തോടുകൂടി ഏതൊരു തിന്മയുടെ ശക്തിയെയും നമുക്ക് ബന്ധിക്കുവാനും പ്രാർത്ഥിക്കുവാനും നമുക്കൊന്നും പേടിക്കണ്ട. കാരണം അത് മാലാഖമാരുടെ ഭാഷയാണ്. നമ്മൾ ആ ഭാഷാവരത്തെ സ്തുതിക്കുമ്പോൾ അത് ഏറ്റവും എളുപ്പത്തിൽ ദൈവത്തിന് മനസ്സിലാകുന്നൊരു ഭാഷയാണ്. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഉത്തരം കിട്ടുന്നൊരു പ്രാർത്ഥനയാണ്. അത് ഏറ്റവും എളുപ്പത്തിൽ ശക്തി ലഭിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, മധ്യസ്ഥ പ്രാർത്ഥനയാണ്. ആർക്കെങ്കിലും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ നമ്മളോട് പ്രാർത്ഥനാ സഹായം ചോദിക്കുമ്പോൾ നമ്മൾ അവരുടെ പേരും വിവരങ്ങളും അവരുടെ ആവശ്യങ്ങളും ഒന്നും ഇങ്ങനെ വാക്യങ്ങളായിട്ട് പറഞ്ഞൊന്നും പ്രാർത്ഥിക്കേണ്ട. അവരെ പറഞ്ഞ ആ വ്യക്തിയെ നമ്മൾ മനസ്സിലോർത്ത് ആ വ്യക്തിക്ക് വേണ്ടി നമ്മളൊന്ന് ഭാഷാവരത്തെ സ്തുതിച്ചാൽ മതി. ആ വ്യക്തിക്ക് വേണ്ട കൃപ ദൈവം കൊടുത്തുകൊള്ളും. ഇപ്പോഴൊരു മാനസാന്തരമില്ലാത്തൊരു വ്യക്തിയായിരിക്കാം, പാപബോധവുമില്ല, പശ്ചാത്താപവുമില്ല. നമ്മൾ ആ വ്യക്തിയെ സമർപ്പിച്ച് ഒന്ന് ഭാഷാവരത്തിലൊന്ന് സ്തുതിച്ചാൽ മതി. ആ വ്യക്തിക്ക് അനുതാപമുണ്ടാകും. ഒരിക്കൽ ഞങ്ങളുടെ വർക്കച്ചനോടൊപ്പം ശുശ്രൂഷ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അച്ഛൻ്റെ എൽഡറിങ് ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന കാപ്പിൽ ജോസിയേട്ടന് ഒരിക്കൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ജോസിയേട്ടൻ്റെ ജീവിതാനുഭവം പങ്കുവയ്ക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. ബസ്സിൻ്റെ പുറകിലത്തെ സീറ്റിലാണ് ജോസിയേട്ടൻ ഇരിക്കുന്നത്. ഇപ്പോൾ മുമ്പിലൊരു സ്ത്രീ ഇരുന്നുകൊണ്ട് ഇങ്ങനെ അസ്വസ്ഥമായിട്ട് ഭയങ്കര അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ട് മുമ്പിലിരുന്ന് ഇങ്ങനെ എന്തൊക്കെയോ പറയുകയോ എടുക്കുകയൊക്കെ ചെയ്യുന്നത് ഈ ജോസിയേട്ടൻ കാണാനിടയായി. അപ്പം ജോസേട്ടന് പെട്ടെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പ്രചോദനമുണ്ടായി. ആ സ്ത്രീയിൽ ഏതോ ഒരു തിന്മയുടെ ശക്തി പ്രവർത്തിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ആ സ്ത്രീ ഇങ്ങനെ മാനസികമായി അസ്വസ്ഥപ്പെട്ട് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കി ജോസേട്ടൻ പുറകിലിരുന്നു കൊണ്ട് ഭാഷാവരത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. അങ്ങനെ ഭാഷാവരത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്ത്രീ പുറകോട്ട് തിരിഞ്ഞു നിന്നിട്ട് ജോസേട്ടനോട് പറയുകയാണ്, മിണ്ടാതിരിക്കുന്നു പറഞ്ഞ്. അപ്പം എങ്ങനെയാണ് ആ സ്ത്രീക്ക് അത് മനസ്സിലായത്? ജോസേട്ടൻ പ്രാർത്ഥിച്ച ആ ഭാഷാവരത്തിലുള്ള പ്രാർത്ഥന പെട്ടെന്ന് തന്നെ തിന്മയുടെ ശക്തിക്ക് അത് മനസ്സിലായി. അതെനിക്കെതിരായിട്ടാണ് വരുന്നതെന്ന് മനസ്സിലായി. അവർക്ക് പിന്നെ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ആ സ്ത്രീ ഇങ്ങനെ അസ്വസ്ഥമാകാൻ തുടങ്ങി. പിന്നെ ജോസേട്ടൻ പ്രാർത്ഥന സാവകാശം അത് കുറച്ചു എന്ന് പറയുന്നു. ഇന്ന് പറഞ്ഞതുപോലെ ഏതൊരു തിന്മയുടെ ശക്തി, ഇതുപോലെ പൈശാചിക ശക്തിക്ക് അടിമപ്പെട്ട വ്യക്തികളായിരിക്കാം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഭാഷാവരത്തിലൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചാൽ മതി. അവരുടെ തിന്മയുടെ ശക്തി നമുക്ക് അസ്വസ്ഥത വരുത്തില്ല. നമുക്കത് പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ തൊടാനായിട്ട് അവർക്ക് പറ്റത്തില്ല. കാരണം ഈശോയുടെ ശക്തിയും അഭിഷേകവും നമുക്ക് ലഭിക്കുന്നതാണ് ഭാഷാവരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ. ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടും, സംരക്ഷണം നമുക്ക് ലഭിക്കും. നമ്മളെ തൊടാനായിട്ട് തിന്മയുടെ ഒരു ശക്തിക്ക് സാധിക്കത്തില്ല. ചിലപ്പോൾ ചില വീട്ടുകളിലേക്കൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ, അവിടെ തിന്മയുടെ ശക്തിയുണ്ട്, പൈശാചിക ശക്തിയുണ്ട്, അവിടെ പോയാൽ അപകടമാണ്, പോകരുത്, അല്ല ഇന്ന വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കരുത് എന്നൊക്കെ ചിലർ പറയാറുണ്ട്. നമ്മളൊന്നും പേടിക്കണ്ട. നമ്മൾ ആ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ചെല്ലുമ്പോൾ നമ്മൾ ഭാഷാവരത്തിലൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഭാഷാവരത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് നമ്മളെ തൊടാൻ പറ്റത്തില്ല. അവർ സാവകാശം ശാന്തരായി തീർന്നുകൊള്ളും. അവരിലുള്ള തിന്മയുടെ ശക്തി നമുക്ക് അവരെ അതിൽ നിന്ന് ആട്ടി ഓടിക്കാനും ഭാഷാവരത്തിലുള്ള പ്രാർത്ഥനയ്ക്ക് സാധിക്കും. ഇതുപോലെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കണം, എനിക്കും വേണം ആ കൃപ. ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കാനും സ്തുതിക്കാനും ഈശോയുടെ സ്നേഹം അനുഭവിക്കുവാൻ ആ കൃപ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കണം. നമ്മുടെ നാവിൻ്റെ നിയന്ത്രണം നമ്മൾ വിട്ടുകൊടുത്ത് സ്തുതിച്ച് പ്രാർത്ഥിച്ചാൽ മതി. നമ്മൾ പാവാവസ്ഥയെ ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിക്കും. ഞാൻ ഓർക്കുകയാണ്, ഒരിക്കൽ ഞങ്ങളുടെ കാരിസം ധ്യാനം നടക്കുകയാണ് ഞങ്ങളുടെ നെല്ലിക്കുറ്റി ധ്യാന കേന്ദ്രത്തിൽ വെച്ച്. അപ്പം ഞങ്ങൾ കരിസ്മാറ്റിക് ശുശ്രൂഷയിലുള്ള എല്ലാ സിസ്റ്റേഴ്സും ആ ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നെല്ലിക്കുറ്റി ഇടവകയിൽ അല്ലെങ്കിൽ ആ ധ്യാന കേന്ദ്രത്തിൽ തന്നെയാണ് ആ വർഷങ്ങളിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എനിക്ക് ഇടവകയിലെ മിഷലിങ്ങിൻ്റെ ചാർജുണ്ട്.
ആ കറക്റ്റ് ധ്യാനം നടക്കുന്ന അവസരത്തിൽ മിഷലിങ്ങിൻ്റെ ഒരു മീറ്റിംഗ് ആ ഇടവകയിൽ വെച്ച് നടക്കുന്നുണ്ട്. ഞാൻ ആനിമേറ്റർ ആയതുകൊണ്ട് എനിക്കതിന് പോകാതിരിക്കാൻ പറ്റത്തില്ല. വികാരിയച്ഛൻ ആ സ്ഥലത്തില്ല. അപ്പം അച്ഛൻ എന്നോട് പറഞ്ഞു, സിസ്റ്റർ ഞാനും കൂടി ഇല്ലാത്തതുകൊണ്ട് തീർച്ചയായിട്ടും സിസ്റ്റർ മീറ്റിങ്ങിൻ്റെ സമയത്ത് അവിടെ ഉണ്ടായിരിക്കണം, ധ്യാനമാണെങ്കിലും സിസ്റ്റർ ചോദിച്ചിട്ട് ആ സമയത്ത് അവിടെ ഒന്ന് എത്തിയിരിക്കണമെന്ന് പറഞ്ഞു. അന്ന് ആ മീറ്റിംഗ് നടക്കുന്ന ദിവസം ധ്യാനത്തിൻ്റെ അവസാനത്തെ ദിവസമാണ്, അഭിഷേക പ്രാർത്ഥന നടത്തുന്ന ദിവസമാണ്. വൈകുന്നേരം ആകുമ്പോഴത്തേനും എല്ലാവരും പ്രാർത്ഥിച്ച് ഒരുങ്ങി അഭിഷേകത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുന്ന സമയമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അന്നത്തെ ദിവസം ഒത്തിരി പ്രാർത്ഥിച്ച് ഒരുങ്ങണം, പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളെ നിറയാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങേണ്ട ദിവസമാണല്ലോ. അപ്പോൾ ഇന്ന് ഈ ധ്യാനത്തിൻ്റെ സമയത്ത് ഞാൻ അവിടെ പോയി നിന്നാൽ എനിക്ക് അതിൻ്റെ പുറകിൽ കൂടി നടക്കുമ്പോൾ എനിക്ക് ഒരുങ്ങാൻ പറ്റത്തില്ല, പ്രാർത്ഥിക്കാൻ സമയമില്ല. ഞാൻ ഓടി നടക്കുന്ന സമയത്ത് ഇതെല്ലാം എനിക്ക് കൃപയെല്ലാം നഷ്ടപ്പെടുമല്ലോ, ഈ 5 ദിവസം ഞാൻ ധ്യാനിച്ചത് വെറുതെയായി പോകുമല്ലോ എന്നൊക്കെ കരുതി ഞാൻ ഒത്തിരി വിഷമിച്ച് അസ്വസ്ഥമായ മനസ്സുമായിട്ട് ഇടവകയിൽ പോയി മീറ്റിംഗൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. അപ്പോൾ 4 മണി സമയം കഴിഞ്ഞപ്പോഴത്തേനും എല്ലാ സിസ്റ്റേഴ്സും പ്രാർത്ഥിച്ച് ഒരുങ്ങി കുളിച്ച് റെഡിയായി അഭിഷേക പ്രാർത്ഥനയ്ക്ക് വേണ്ടി എല്ലാവരും ഇരിക്കുന്ന സമയത്ത് ഞാൻ മാത്രം ഇങ്ങനെ ഗ്ലൂമിയായി സങ്കടപ്പെട്ട് എനിക്ക് ഒരുങ്ങാൻ പറ്റിയില്ലല്ലോ, 5 ദിവസം ധ്യാനിച്ചത് വെറുതെയായി പോയല്ലോ, ഞാൻ അത്ര ഒരുങ്ങിയില്ല. മനസ്സിലാണെങ്കിൽ പിറുപിറുപ്പുണ്ട്, ദേഷ്യമുണ്ട്. കാരണം എനിക്ക് ഒരുങ്ങാൻ പറ്റാത്തത് കൊണ്ടും ഈ മീറ്റിംഗ് വന്നതുകൊണ്ടും അച്ഛനോട് പോകണമെന്ന് പറഞ്ഞുകൊണ്ടും ഇങ്ങനെ ഒത്തിരി, ശരിക്കും പറഞ്ഞാൽ ഒരു ഒരുക്കവുമില്ലാതെ. അപ്പോൾ ഞാനോർ ദൈവമേ എന്നിലുള്ള തിന്മയുടെ ശക്തി, കാരണം ഞാൻ മാത്രമുള്ള ഈ ഗ്രൂപ്പിൽ പ്രാർത്ഥിച്ച് ഒരുങ്ങാതെ വന്നിരിക്കുന്നത്, ബാക്കി എല്ലാവരും നല്ല വിശുദ്ധിയിൽ ഒരുങ്ങിയിരിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് മാത്രം ഒരു കൃപയും കിട്ടത്തില്ലല്ലോ എന്നുള്ള ആ ദുഃഖവുമായിട്ടാണ് ഞാൻ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കസേരയിലിരുന്നു. ഒരു ഗ്രൂപ്പ് ഇരിക്കുമ്പോൾ അടുത്ത ഗ്രൂപ്പിലുള്ള സിസ്റ്റേഴ്സ് എല്ലാവരും ഇരിക്കുന്നവരുടെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ ഞാൻ ഓർത്തു ആദ്യം തന്നെ ഞാൻ ഇരുന്നേക്കാം, അല്ലെങ്കിൽ എന്നിലുള്ള പൈശാചിക ശക്തി മറ്റുള്ളവർക്ക് കിട്ടണ്ടെന്ന് കരുതി ഞാൻ ആരുടെയും തലയിൽ കൈവയ്ക്കാൻ പോയില്ല. ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി കസേരയിലിരുന്നു. ഒരു വട്ടം എല്ലാവരും പ്രാർത്ഥിച്ച് കടന്നു പോയപ്പോൾ ഇതാ എൻ്റെ കൈകാലുകൾ രണ്ടും മരവിച്ചു, ഐസ് കട്ട പോലെയായി, എന്തോ ഒരു ഷോക്ക് കേൾക്കുന്നത് പോലെ എൻ്റെ ശരീരത്തേക്ക് ഇങ്ങനെ കടന്നു വന്നു. ഒരു തീക്കട്ട ഇറങ്ങുന്ന ഒരു അനുഭവം ഉണ്ടായി. ഞാൻ ഓർത്തു എന്നിൽ പ്രവർത്തിക്കുന്ന ഞാൻ മാത്രമല്ലേ ഒരുങ്ങാത്തയുള്ളൂ, അപ്പോൾ എന്നിലുള്ള പൈശാചിക ശക്തി പുറത്തേക്ക് പോകുന്നതാണെന്നാണ് ഞാൻ കരുതിയത്. എനിക്ക് പേടിയായി, എന്നെ വിറയ്ക്കാൻ തുടങ്ങി, ഞാൻ ആകെ പൊട്ടിക്കരയാൻ തുടങ്ങി. ഞാൻ സ്തുതിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് സ്തുതിപ്പ് നിർത്താൻ പറ്റുന്നില്ല. എത്ര പരിശ്രമിച്ചിട്ടും എല്ലാവരും സ്തുതിപ്പ് കഴിഞ്ഞിട്ടും എഴുന്നേക്കാൻ നോക്കിയപ്പോൾ എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. ഞാനിങ്ങനെ ഐസ് കട്ട പോലെ വിറച്ചിരിക്കുകയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട ധ്യാനഗുരു അച്ഛനും മദറും വീണ്ടും വന്ന് ഒന്നും കൂടി എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു, ശാന്തമായിക്കോളാൻ പറഞ്ഞു. അങ്ങനെയാണ് എനിക്കൊന്ന് സ്തുതിപ്പ് നിർത്താനായിട്ട് സാധിച്ചത്. അപ്പം ഞാൻ കരുതി ഇതെന്താണ് സംഭവിച്ചത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ ഉടനെ തന്നെ ചാപ്പലിൽ നിന്ന് ബൈബിൾ എടുത്തു. ബൈബിൾ തുറന്ന് വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഈശോയെ ഞാൻ ബൈബിൾ തുറക്കുമ്പോൾ ഇത് തിന്മയുടെ ശക്തിയാണോ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണോ എന്നിൽ പ്രവർത്തിച്ചതെന്ന് തിരുവചനത്തിൽ കൂടി എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. തിരുവചനം തുറന്നപ്പോൾ കൃത്യം എനിക്ക് കിട്ടിയത് കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളെക്കുറിച്ച് പറഞ്ഞ ആ ഭാഗം തന്നെയാണ് എനിക്ക് കിട്ടിയത്. അത് ഞാൻ വിറയലോടുകൂടി കണ്ണുനീരോടുകൂടി ഞാൻ ആ ഭാഗങ്ങൾ വായിച്ചു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും അന്നു മുതലാണ് എനിക്ക് കൂടുതൽ ശക്തമായിട്ട് പ്രകടമായിട്ട് എന്നിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയതും. എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിലും കൗൺസിലിംഗ് ശുശ്രൂഷാ മേഖലയിലും എനിക്ക് പെട്ടെന്ന് തന്നെ വരങ്ങളും ദർശനങ്ങളും ഒക്കെ ഉപയോഗിച്ച് ശുശ്രൂഷ ചെയ്യാനുള്ള കൃപ ലഭിച്ചത് ആ ഒരു ധ്യാനത്തിലാണ്. അവിടെയാണ് എനിക്ക് മനസ്സിലായത്, നമ്മുടെ ആരുടെയും വിശുദ്ധിയോ യോഗ്യതയോ കഴിവുകളോ ഒന്നും നോക്കിയിട്ടല്ല പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുന്നത്. അത് ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. എപ്പോൾ, എവിടെ, ഏത് സമയത്ത് ആരിൽ പ്രവർത്തിക്കണമെന്ന് ദൈവമാണ് തീരുമാനിക്കുന്നത്. നമ്മൾ നമ്മുടെ കഴിവുകളും യോഗ്യതകളും പാപാവസ്ഥകളും ഒന്നും ഓർത്ത് നമ്മൾ അസ്വസ്ഥപ്പെടേണ്ട. നമുക്കറിയാം, പ്രിയപ്പെട്ട ശിഷ്യന്മാർ ഈശോയുടെ മരണശേഷം അവരുടെ മനസ്സിലൊക്കെ ഭയങ്കര ആദിയായിരുന്നു, പേടിയായിരുന്നു. ആരൊക്കെയാണ് ഞങ്ങളെ കൊല്ലാൻ വരുന്നത്, ഞങ്ങളെയും ഇതുപോലെ കുരിശു തറയ്ക്കുമോ, ഞങ്ങൾക്കിനി ആരുമില്ല, ഞങ്ങളുടെ ഗുരു പോയി, എന്തെല്ലാം മനസ്സിൽ ഭാരവും ദുഃഖവും വേദനയുമായിട്ടായിരുന്നു അവർ പരിശുദ്ധി അമ്മയോട് ചേർന്നിരുന്ന് സ്തുതിച്ചു പ്രാർത്ഥിച്ചത്.
പക്ഷേ അവരിലേക്കാണ് പരിശുദ്ധാത്മാവ് തീനാളങ്ങളുടെ രൂപത്തിലേക്ക് ഇറങ്ങി വന്ന് അവരെയൊക്കെ വിശുദ്ധീകരിച്ചു. അവരുടെ കുറവുകളിലേക്ക്, പോരായ്മകളിലേക്ക്, അക്ഷര വിദ്യാഭ്യാസമില്ലാത്ത അവരിലേക്ക് ദൈവത്തിൻ്റെ ജ്ഞാനം ഒഴുകി, കൃപകൾ ഒഴുകി, ധൈര്യം, പേടിയൊക്കെ പമ്പ കടന്നു. പിന്നെ അവർ പറഞ്ഞത് എന്താണോ, എവിടെയൊക്കെയാണോ, എങ്ങോട്ട് പോകാനും അവർക്ക് പേടിയില്ലായിരുന്നു, ഭയമില്ലായിരുന്നു. ഭയം വിട്ടുമാറി. എല്ലാവിധ അസ്വസ്ഥതകളിൽ നിന്നും അവർ വിമുക്തരായി. ഇതുപോലെ പ്രിയപ്പെട്ടവരെ, നമ്മളും പുതിയൊരു പന്തക്കുസ്ത അനുഭവത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മുടെ എല്ലാ കുറവുകളും, പോരായ്മകളും, പേടിയും, ഭയവും, ആകുലതയും, അസ്വസ്ഥതയും, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകളും, ദുഃഖങ്ങളും, സങ്കടങ്ങളും എല്ലാം പരിശുദ്ധി അമ്മ വഴിയായിട്ട് ഈശോയ്ക്ക് സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. അവിടെ ദൈവത്തിൻ്റെ കൃപയൊഴുകി വരും, കരുണയൊഴുകി വരും, പരിശുദ്ധാത്മാവിനെ നമ്മൾ നിറയും. എഫേസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 19-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ഞാൻ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കുന്നതിനും സുവിശേഷത്തിൻ്റെ രഹസ്യം ധൈര്യപൂർവ്വം പ്രഘോഷിക്കുവാനും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിനെന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കുവാനായിട്ട് നമ്മൾ ഒരുക്കമുള്ളവരോ നമ്മുടെ യോഗ്യതകളോ കഴിവുകളോ വിശുദ്ധിയോ ഒന്നും നോക്കിയിട്ടല്ല. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് ദൈവത്തിൻ്റെ വചനം നമ്മൾ വായി തുറക്കുമ്പോൾ അത് പങ്കുവയ്ക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്ന പോലെ, സമൂഹം ആഗ്രഹിക്കുന്ന പോലെ നമുക്ക് വചനം പങ്കുവയ്ക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ക്ലാസ്സൊക്കെ എടുക്കാൻ വരുമ്പോൾ നന്നായിട്ടൊന്ന് ഒരുങ്ങണം, പ്രാർത്ഥിക്കണം, നല്ല വിശുദ്ധിയോടുകൂടിയൊക്കെ വരണം എന്നൊക്കെ ആഗ്രഹിച്ചൊരുങ്ങി നമ്മൾ ക്ലാസ് എടുക്കാനായിട്ടൊക്കെ വരുമ്പോൾ വന്ന് നിന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒന്നും കിട്ടത്തില്ല. എഴുതിയതോ ഒരുങ്ങിയതോ ഒന്നും പറയാൻ കിട്ടത്തില്ല. ചില സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാട്ടിലും അപ്പുറമായിട്ട് ഈശോ അത് നയിച്ചുകൊണ്ട് പോകുന്ന അനുഭവം പല അവസരങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. ദൈവജനത്തിന് വേണ്ടത് എന്ത് പറയണം, എങ്ങനെ പറയണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയല്ല, ദൈവം ആഗ്രഹിക്കുന്ന പോലെ നമ്മളെ നയിക്കുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ ഓർത്തുകൊള്ളുക, അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. അപ്പം ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. എനിക്കും വേണം ഈശോയെ ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. എൻ്റെ പേടിയും ഭയവും ആകുലതയും അസ്വസ്ഥതയൊക്കെ വിട്ടുമാറുന്ന അനുഭവങ്ങൾ നമുക്ക് ലഭിക്കണമെങ്കിൽ ആത്മാവിനാൽ നമ്മൾ ജ്വലിക്കുന്നവരായിത്തീരണം. നമ്മളിലുള്ള കുറവുകളിലേക്കും പോരായ്മകളിലേക്കും പാപസാഹചര്യങ്ങളിലേക്കും നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് വിടുതൽ കിട്ടും. നല്ലൊരു കുമ്പസാരം നടത്താൻ, ക്ഷമിക്കുവാൻ നമുക്ക് പറ്റത്തില്ല. നമ്മൾ നമ്മുടെ കഴിവിൽ ആശ്രയിച്ചാലൊന്നും നമുക്കത് പറ്റത്തില്ല. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമുക്ക് ക്ഷമിക്കാനും സ്നേഹിക്കാനും നമുക്ക് മറ്റുള്ളവരോട് പെരുമാറാനും എങ്ങനെ എന്ത് ചെയ്യണമെന്നും എന്ത് പറയണമെന്നൊക്കെ നമുക്ക് കൃപ ലഭിക്കുന്നത്. അതുപോലെ വചനം വായിക്കുമ്പോൾ നമുക്ക് വചനത്തിൻ്റെ പൊരുളുകൾ വെളിപ്പെടുത്തി കിട്ടുവാൻ, വചനം മനസ്സിലാക്കുവാൻ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വേണം. വെളിപാടിൻ്റെ പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ഈ വചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹീതർ, എന്തെന്നാൽ സമയം അടുത്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ സമയം അടുത്തു. ഇനിയൊരു 2-ാം വരവ്, ക്രിസ്തുവിൻ്റെ 2-ാം വരവിന് വേണ്ടി നമ്മൾ ഏറ്റവും അടുത്തൊരുങ്ങിക്കൊണ്ടിരിക്കുക. എപ്പോഴാണ് എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാൻ പാടില്ല. അപ്പോൾ ഈ അവസരത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്, നമ്മൾ ഒരുങ്ങിയിരിക്കേണ്ടത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയിൽ നമ്മൾ ആശ്രയിക്കണം. ദൈവവചനം വായിക്കാനും പഠിക്കാനും അത് മനസ്സിലാക്കാനും അതിൻ്റെ പൊരുൾ എന്താണെന്ന് അല്ലെങ്കിൽ എൻ്റെ വ്യാഖ്യാനം എന്താണെന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് ദൈവവചനത്താൽ നമ്മൾ നിറയപ്പെടുന്നത് പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറയുമ്പോഴാണ്. അല്ലാതെ നമ്മൾ വെറുതെ ഇങ്ങനെ വായിച്ചു പോകും, നമുക്കൊന്നും മനസ്സിലാകത്തില്ല. എന്നാൽ ആത്മാവിനാൽ നിറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ വചനം വായിക്കുമ്പോൾ ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നതും പാലിക്കുന്നവരും അനുഗ്രഹീതർ.
നമ്മുടെ ജീവിതം അനുഗ്രഹമായി തീരണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ കൃപ കടന്നു വരണമെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നിറയണം. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ വ്യക്തികളായി ശുശ്രൂഷ ചെയ്യണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 3-ാം അധ്യായം 11-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നുണ്ട്, അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തുമെന്ന്. അപ്പം നമ്മൾ പരിശുദ്ധാത്മാവിനാൽ, ഈ അഗ്നി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. പ്രാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഈശോയുടെ മേൽ വന്ന് നിറഞ്ഞു. ജോർദാൻ നദിയിൽ വെച്ച് ഈശോ മാമോദീസ സ്വീകരിച്ച സമയത്ത്. അപ്പം അങ്ങനെ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ, ജലത്തിൻ്റെ രൂപത്തിൽ, അതുപോലെ തന്നെ തീനാളങ്ങളുടെ രൂപത്തിലാണ് പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ വന്ന് നിറഞ്ഞത്. തീനാളങ്ങളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ വന്നു നിറഞ്ഞപ്പോൾ വലിയൊരു ശുദ്ധീകരണമുണ്ടായി. ശുദ്ധീകരിച്ചെടുത്തവരെ, അവരുടെ ബലഹീനതകൾ, കുറവുകൾ, പാപസാഹചര്യങ്ങൾ, അവരുടെ പേടി, ഭയം, ആകുലത, അസ്വസ്ഥതയൊക്കെ വിശുദ്ധീകരിച്ചെടുത്തു. അതുപോലെ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ പ്രാവിൻ്റെ രൂപത്തിൽ ഈശോയുടെ മേൽ പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞപ്പോൾ ഈശോ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറഞ്ഞുകൊണ്ട് മരുഭൂമിയിലേക്ക് പോയി എന്നാണ് പറയുന്നത്. തിരുവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. മരുഭൂമി 40 ദിവസം ഈശോ ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരുന്നു. ജോർദാൻ നദിയിൽ വെച്ച് മാമോദീസ സ്വീകരിച്ചതിന് ശേഷം വലിയ ശക്തി ലഭിച്ചു. അഭിഷേകത്താൽ നിറഞ്ഞ് ആ 40 ദിവസങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ, പിശാചിനെ ചെറുത്തു തോൽപ്പിക്കുവാൻ ഈശോയ്ക്ക് ശക്തി ലഭിച്ചത് ഈ പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞപ്പോഴാണ്. ആ ഈശോയുടെ ആത്മാവിൻ്റെ, ആ പരിശുദ്ധാത്മാവിനെയാണ് ഈശോ തൻ്റെ മരണശേഷം നമുക്ക് ഓരോരുത്തർക്കും സ്വന്തമായിട്ട്, ദാനമായിട്ട് നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ ആ ആത്മാവിനെ നമ്മൾ വേണ്ട രീതിയിൽ സ്വീകരിക്കണം, ശക്തിപ്പെടുത്തണം. അവിടെയാണ് ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ വന്നു നിറയുന്നത്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം 17-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നുണ്ട്, അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും? ദൈവത്തിൻ്റെ ഹിതം നമ്മൾ തിരിച്ചറിയണമെങ്കിൽ, ദൈവം നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് വിവേചിച്ചറിയണമെങ്കിൽ, വിവേകത്തിൻ്റെ വരം, ജ്ഞാനത്തിൻ്റെ വരം നമുക്ക് ലഭിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറയണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പഠന വൈകല്യമുള്ളവർ, പഠിക്കാൻ പറ്റാത്തവർ, അല്ലെങ്കിൽ പഠനത്തിൽ തടസ്സമുള്ളവർ, ജ്ഞാനം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഈ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലെ 9-ാം അധ്യായം നിങ്ങളെല്ലാ ദിവസവും, ഞാൻ പലരും പറയാറുണ്ട്, സിസ്റ്ററെ പഠിക്കാൻ പറ്റുന്നില്ല, പഠിക്കുമ്പോൾ മറന്നു പോകുന്നു, ഭയങ്കര തടസ്സങ്ങളാണ്, ഓർമ്മയിൽ നിൽക്കുന്നില്ല, ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് പറയുന്ന കുട്ടികളോട് പറയും, ഈ വചനം നിങ്ങളൊന്ന് വായിച്ച് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ പഠിച്ചേ, പരിശുദ്ധാത്മാവ് നിറയും. എൻ്റെ ജീവിതാനുഭവത്തിൽ ഞാൻ ഇപ്രകാരം ഈ വചനം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവത്തിൻ്റെ തിരുഹിതം നമുക്ക് തിരിച്ചറിയണമെങ്കിൽ, വെളിപ്പെടുത്തലുകൾ നമുക്ക് ലഭിക്കണമെങ്കിൽ, നമ്മൾ ഏതെങ്കിലും തരത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് വിവേചിച്ചറിയണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ദിവസവും നമ്മൾ ഈ ജ്ഞാനത്തിൻ്റെ പുസ്തകം വായിക്കുക. അതുപോലെ തന്നെ ദിവസവും നമ്മൾ ഭാഷാവരത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഇനി ഭാഷാവരമില്ലാത്തവർ ഭാഷാവരത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. എല്ലാ ദിവസവും പ്രാർത്ഥന കഴിയുമ്പോൾ, കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ കുറച്ച് സമയം, ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് സമയം നമ്മൾ ഈശോയ്ക്ക് നന്ദി സ്തുതിയും പറഞ്ഞു സ്തുതിച്ച് പ്രാർത്ഥിക്കുക. അതിനുശേഷം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവർ, ഭാഷാവരം ലഭിച്ചവർ ഭാഷാവരം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുക. അതുപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മറ്റു വരങ്ങൾ നമുക്ക് ലഭിക്കും. ഭാഷാവരം മറ്റു വരങ്ങൾ ലഭിക്കുവാനുള്ള വാതിലാണ്. ഭാഷാവരം ലഭിച്ചു കഴിഞ്ഞാൽ അതുപയോഗിച്ച് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രവചനവരം, വ്യാഖ്യാനവരം, അതുപോലെ രോഗശാന്തി വരം, അങ്ങനെ നമുക്ക് ആവശ്യമുള്ള വരങ്ങളൊക്കെ നമുക്ക് ലഭിക്കും. നമ്മളെ ശക്തിപ്പെടുത്തും. ആത്മാവിനെ നിറഞ്ഞുകൊണ്ട് നമുക്ക് ശുശ്രൂഷ ചെയ്യുവാൻ, നമ്മളുടെ ഈശോയുടെ തിരുഹിതം വിവേചിച്ചറിയുവാൻ, ഈശോയുടെ ഇഷ്ടം മാത്രം നോക്കി ജീവിക്കുവാൻ നമ്മളെ ശക്തിപ്പെടുത്തുന്നത് ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ആഗ്രഹിക്കാം, വിശ്വസിക്കാം. എനിക്കും വേണം, എനിക്കും ലഭിക്കണം. നമ്മുടെ കുറവുകളും പോരായ്മകളും ബലഹീനതകളും ഒക്കെ സമർപ്പിച്ച് പരിശുദ്ധി അമ്മയോട് ചേർന്ന് സെഹിയോൻ ശാലയിൽ
തൻ്റെ ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തിയതുപോലെ ഞങ്ങളെ ശക്തിപ്പെടുത്തുവാൻ അമ്മേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, ജീവിത പങ്കാളിയിലേക്ക്, മക്കളിലേക്ക്, ഞങ്ങളുടെ ശുശ്രൂഷാ മേഖലകളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ശക്തിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, മാധ്യസ്ഥം വഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃഢ്യഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.